രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളോടുള്ള പെരുമാറ്റം. അപ്പൊ ഇത് ഇണകളുമായി ബന്ധപ്പെട്ട പെരുമാറ്റമാണ്. 2 മക്കളോടുള്ള പെരുമാറ്റമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. ആൺകുട്ടികളെല്ലാം മരിച്ചുപോയി. റസൂലുള്ളാഹി എല്ലാ കുട്ടികളോടും നന്നായിട്ട് വാത്സല്യം കാണിച്ചു. യസൂറുൽ അൻസാർ ഫയസല്ലിം അലാ സുബ്യാനിഹിം വയംസഹ് ബിറൂസിഹിം വയദ്ഉ ലഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരി കുട്ടികളെ സന്ദർശിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരുടെ തലയിലൂടെ തലോടും. പെൺമക്കളോട് പ്രത്യേക വാത്സല്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നു. അപ്പൊ ആളുകൾക്ക് പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഒരു ഇടങ്ങേറ് ഇപ്പോഴും ഉണ്ട്. സ്വാഭാവികമായിട്ടും 4-5 പെൺകുട്ടികളാകുമ്പോൾ ഒരു ആൺകുട്ടിനെ കൊതിച്ചു എന്നൊക്കെ വന്നേക്കാം. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ആ ആൺകുട്ടി വളർന്നു വലുതായി നമുക്കൊരു കാവലാവും. അതൊക്കെ അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതൊക്കെ നമ്മുടെ ഒരു ചിന്ത, ഊഹം മാത്രമാണ്. ഈ പെൺകുട്ടികൾ ആയിരിക്കും ചിലപ്പോൾ ഈ ആൺകുട്ടികളെക്കാളും നമുക്ക് ഉപകാരം ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനി ബതുലിയ ബിൽ ബനാതി ബിശൈഇൻ ഫഅഹ്സന ഇലൈഹിന്ന കുന്ന ലഹു സിത്റൻ മിനൻ നാർ. പെൺകുട്ടികളെ പോറ്റി വളർത്തി അവരെ ഏറ്റവും നല്ല നിലക്ക് നമ്മൾ കൊണ്ടു നടന്ന് അവര് നരകത്തീയിൽ നിന്ന് നമുക്ക് പരിചയമായിരിക്കും പെൺകുട്ടികൾ. മനസ്സിലാണോ? അപ്പൊ നമുക്ക് ഏത് കുട്ടിയാണോ ആ കുട്ടികളിൽ നമ്മൾ തൃപ്തിപ്പെടുക, ആ കുട്ടികളെ നമ്മൾ വാത്സല്യത്തോടുകൂടെ കൊണ്ടു നടക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ മടിയിലിരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മക്കൾ മരിച്ച സന്ദർഭത്തിലൊക്കെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു. കരയരുതെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി കണ്ണുകൾ നിറച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് കാരുണ്യമാണ്. മക്കളോടുള്ള ആ ഒരു കാരുണ്യം പ്രവാചകൻ പ്രകടിപ്പിച്ചു. മക്കളെ ചുംബിച്ചു. അഖ്റബുൻ ഹാബിസ് നബി കുട്ടിനെ ചുംബിക്കുന്നുണ്ട്. നബി നിങ്ങളെന്താ ചുംബിക്ക്? ആരെ? കുട്ടിനെ. എനിക്ക് 10 കുട്ടികളെ ഒറ്റൊന്നും ചുംബിച്ചിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്താണ്. നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹ് ഊരിയെടുത്താൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ മടിയിലിരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രക്ഷാതേട്ടം നടത്തി. അവര് മരണപ്പെട്ടപ്പോൾ കണ്ണുകൾ നിറച്ചു. അവരെ റസൂലുള്ളാഹി ചുംബിച്ചു. അവർക്ക് എല്ലാവർക്കും നല്ല പേര്, അല്ലെ, നല്ല പേരുകൾ വെച്ചു. അതുപോലെ അവർക്ക് ഓരോരുത്തർക്കും നല്ല ഇണകളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആക്കി കൊടുത്തു. സൈനബ് റളിയല്ലാഹു അൻഹയെ, അബുൽ ആസ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 2 മക്കളെ കല്യാണം കഴിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെ പിന്നെ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പൊ ഏറ്റവും നല്ല ഇണകളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ കൊടുത്തു എന്നുള്ളതാണ് അവർക്ക്. അതുപോലെ തന്നെ മക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല തർബിയത്ത് കൊടുത്തു. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അവർക്ക് സ്വർഗം കിട്ടാനുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. നന്നായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വളർത്തി. അവരുടെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ശൂറ ചെയ്തു. ആയിഷ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കല്യാണം അലി റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് കാര്യങ്ങൾ ചോദിച്ച് അന്വേഷിച്ച് ഉറപ്പാക്കി. മനസ്സിലായത്? അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന്റെ ക്ലേശങ്ങളിൽ അവർക്ക് സഹായകമായി. അലി റളിയല്ലാഹു അൻഹു സഹായിച്ചു. ഭർത്താക്കന്മാരെ കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താക്കന്മാരെ സഹായിച്ചു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ റസൂലുള്ളാഹി ഇടപെട്ട് സോൾവ് ആക്കി കൊടുത്തു. ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹു ചെറിയൊരു സൗന്ദര്യപ്പിണക്കം. അപ്പൊ അലി റളിയല്ലാഹു അൻഹു നേരെ പള്ളിയിൽ പോയി കിടന്നു. ഒരു കിട്ടിയ ഹസ്ബൻഡിന്റെ ക്വാളിറ്റിയാണത്. റസൂലുള്ളാഹിക്ക് കിട്ടിയ മരുമകന്റെ ക്വാളിറ്റി. ഭാര്യയുമായിട്ട് തെറ്റിയിട്ട് ബാറിൽ പോയിക്കല്ല, അവളോടേലും കഞ്ചാവടിച്ചിരിക്കല്ല, മറിച്ച് നേരെ പള്ളിയിൽ പോയി കിടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ മണലിൽ അലി റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്. അപ്പൊ പ്രവാചകൻ വിളിക്കുക, യാ അബാ തുറാബ്, എണീറ്റ് വീട്ടിൽ പോകണം. അപ്പൊ ആ ഒരു വിളിയിൽ തന്നെ എല്ലാം ഉണ്ട്. തുറാബ് എന്ന മണ്ണാണ്. മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്ന അലി റളിയല്ലാഹു അൻഹു തന്നെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിത്തറിന്റെ നേരത്ത് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയും കിടക്കുന്ന മുറി അവിടെ പോയിട്ട് അവരെ വിളിച്ചുണർത്തുമായിരുന്നു. ഇബാദത്തിന് മക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഫ്റ്റർ മാരേജും അവരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ്. അവരെ നന്നായി സ്നേഹിച്ചു, കെയർ ചെയ്തു. ആയിഷ ബീവിയെ ഫാത്തിമ ബീവിയെ കൂടെ ഇരുത്തി ചുംബിച്ചു. എൻ്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പറഞ്ഞു.
ഫാത്തിമയുടെ കല്യാണത്തിന്റെ അന്ന് റസൂൽ ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ഫീഹിമ വബാരിക് ലഹുമ, അല്ലാഹുവേ അവരിൽ നീ ബർക്കത്ത് ചൊരിയണമേ എന്ന് മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അപ്പൊ ഒരു കുട്ടിക്ക് വേണ്ടത് എന്താണ്? ഭൗതികമായിട്ട് അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ റസൂൽ കൃത്യമായിട്ട് കൊടുത്തു. അവർക്ക് നല്ല പേരുകൾ വെച്ചു, നല്ല ഇണകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അവർക്ക് വേണ്ട വീടും അവർക്ക് വേണ്ട ഭൗതിക സൗകര്യങ്ങളും ഏർപ്പാടാക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. പിന്നീട് അവർക്ക് വേണ്ട മതപരമായ കെയർ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ പ്രായത്തിനനുസരിച്ച് കൂടെ കൊണ്ട് നടന്ന് ഉപദേശിച്ച് പഠിപ്പിച്ച് മാതൃക കാണിച്ച് മക്കളെ വളർത്തിക്കൊണ്ടുവന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ കയ്യിലൊക്കെ പൊളോനൊക്കെ വന്ന് മുറിയൊക്കെ ആയി, എനിക്കൊരു വൃത്തിനെ തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോഴാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്ർ പഠിപ്പിച്ചു കൊടുത്തത്. അല്ലെ, ഫാത്തിമ നിനക്ക് അതിനേക്കാൾ നല്ല ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. രാത്രി നീ ഉറങ്ങാൻ കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എല്ലാം ചേർത്ത് 100 തവണ ചൊല്ലലാണ് നിനക്കൊരു വൃത്തിനെ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം എന്ന് ഫാത്തിമ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കാം. മാത്രമല്ല, നബി മരിക്കാൻ കിടക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ച് സ്വകാര്യം പറഞ്ഞു. അല്ലെ, ആദ്യത്തെ സ്വകാര്യം കേട്ട് കരഞ്ഞു, രണ്ടാമത്തെ സ്വകാര്യം കേട്ട് ചിരിച്ചു. അപ്പൊ എന്തിനാണ് കരഞ്ഞത്? ഉപ്പ മരിക്കാണ് എന്ന് പറഞ്ഞപ്പോ. എന്തിനാ ചിരിച്ചത്? അഹ്ലുബൈത്തിൽ നിന്ന് ആദ്യം മരിക്ക നീയായിരിക്കും, ഉപ്പയെ ആദ്യം അനുഗമിക്കുന്നത് നീയായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി ചിരിച്ചു. അതൊന്ന് മരിച്ചാൽ ഉപ്പയോടൊത്ത് ജീവിക്കാമല്ലോ, അതാണ് ആ ചിരിയുടെ ഉദ്ദേശം. അപ്പൊ അത്രയും അധികം ഉപ്പ ഹൃദയത്തിലുണ്ട്. ഇന്ന് ഉപ്പ ഹൃദയത്തിലുണ്ടോ മക്കളുടെ? ഉപ്പ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് പോകും, വൈകുന്നേരം വരും, പിന്നെ ഇങ്ങനെ ഫീസ് അടക്കാൻ അയക്കണ്, എന്നാ ബുക്ക് വാങ്ങണം, എന്നാ വണ്ടിക്ക് പൈസ കൊടുക്കണം, എന്നാ അല്ലേ. എന്നോട് എൻ്റെ മോൻ ചോദിക്കും പൈസ ഇല്ല അറിയുമ്പോ ആ കാർഡ് ഇങ്ങനെ കുത്തിയെടുത്താ പോലെ, ഏത് ATM. അപ്പൊ ഞാൻ പറയും കുത്തിയെടുക്കണമെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയിക്കണം, എന്നാലേ ഇവിടെ കുത്തിയാലേ കിട്ടുള്ളൂ. അപ്പോ നമ്മുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ട്, ഭയങ്കര ലക്ഷറിയാണ്, ഭയങ്കര അടിപൊളിയാണ്, വാപ്പൊക്കെ സുഖാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ കുട്ടികളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ നമുക്ക് ആകണം, കുട്ടികളോടൊപ്പം നടക്കാൻ, കുട്ടികളോട് വാത്സല്യം കാണിക്കാൻ, കുട്ടികളെ ചേർത്ത് പിടിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനും ഹുസൈനും പേരക്കുട്ടികളല്ലേ, ഫാത്തിമന്റെ വീട്ടിൽ വരും. എന്നിട്ട് റസൂലുള്ള മക്കളുണ്ടോ ചോദിക്കും. മക്കളുണ്ടോ? മക്കളെ കളിപ്പിക്കാൻ അതിനുവേണ്ടി പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കണ്ടെത്തിയിരുന്നു. നബിന്റെ അത്ര തിരക്കെന്തായാലും നമുക്ക് ഉണ്ടാവില്ലല്ലോ, എത്ര എല്ലാം ഡ്യൂട്ടികളുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം വൃത്തിക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്നതാണ്. അപ്പോൾ മക്കളുടെ കാര്യത്തിൽ നാം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവരുടെ ദീനിയായിട്ടുള്ള ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾക്ക് സഹായകമാകുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. റസൂൽ സ്വതക്ക ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ ദീനിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ഖിയാമുൽ ലൈൽ നിർവഹിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചിരുന്നു. അലാ തുസല്ലിയാൻ, ഫാത്തിമനെയും അലീനെയും വിളിച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നില്ലേ എന്ന് വിളിച്ച് ചോദിക്കുമായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെ അവരോടുള്ള പെരുമാറ്റത്തിൽ റസൂൽ ഏറ്റവും നല്ല സംയമനത്തോടു കൂടെയുള്ള പെരുമാറ്റമാണ് കാഴ്ചവെച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മാന്യമായ നിലക്ക്, അല്ലെ. പലപ്പോഴും ദേഷ്യമാണ് നമുക്ക് മുന്നിക്ക് വരിക, എന്നിട്ടാണ് സ്നേഹവും വാത്സല്യമൊക്കെ. ആ ദേഷ്യം വരുന്നതോടുകൂടെ അതൊക്കെ പോയി. അപ്പൊ നമ്മുടെ മുന്നിൽ നമുക്ക് കുട്ടികളോട് ഏറ്റവും നല്ല നിലക്ക് ഉണ്ടാവേണ്ടത് സ്നേഹവും വാത്സല്യം ഒക്കെയാണ്. ദേഷ്യമായിരിക്കരുത് മുന്നിൽ വരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയും പിന്നെ നബി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർഹബ യബ്നതി, എൻ്റെ പൊന്നുമോളെ നിനക്ക് സ്വാഗതം. സുമ്മ അജ്ലസഹ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി സുമ്മ അസറ ഇലൈഹ ഹദീസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ ചേർത്ത് പിടിക്കും, അടുത്തിരുത്തുന്നിട്ട് കാതിൽ ചില സ്വകാര്യങ്ങളൊക്കെ പറയും. അങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പ്രാർത്ഥന പഠിപ്പിച്ചു. ഫാത്തിമ ബീവിയെ
പ്രാർത്ഥന പഠിപ്പിച്ചു. മയംനഉക അൻ തസ്മഈ മാ ഉസീബക ബിഹി അൻ തഖൂലി നസ്ബഹത ഫൈദ അംസൈത യാ ഹയ്യ യാ ഖയ്യൂം അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല. ആ പ്രാർത്ഥന നബി ആർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ഫാത്തിമ ബീവിക്കാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഓക്കെ. പിന്നെ അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു മക്കൾക്ക്. അതുപോലെ തന്നെ അവർക്ക് വസിയത്ത് കൊടുക്കും. അവരുടെ പ്രയാസങ്ങൾ അതിൽ ക്ഷമിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസസ് അവർക്ക് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി മരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബിനോട് പറയുന്നുണ്ട്, ഇന്നല്ലാഹ മാ അഖദ് വലഹു മാ അഅത വകുല്ലുൻ ഇൻദഹു ബിഅജ്ലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തതും അവൻ തന്നതൊക്കെ അല്ലാഹുവിൻ്റെതാണ്. അതുകൊണ്ട് നീ ക്ഷമിക്ക്, അള്ളാഹുവിൽ പ്രതിഫലം കാക്ഷിക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഉപദേശിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒക്കെ ബാധിക്കുമ്പോൾ റസൂലുള്ളാഹി അവരോട് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ആവശ്യപ്പെടുകയും അഡ്വൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നത് ഹദീസുകളിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി ഇണകളോടും മക്കളോടും പെരുമാറിയ രീതിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി കുടുംബത്തോടുള്ള കൂടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം കേട്ടോ.